ഇപ്പോൾ കൊച്ചിയിൽ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം മാധ്യമങ്ങളെ കാണുന്നു. ആശുപത്രിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക, അതാണ് ഇപ്പോഴത്തെ പ്ലാൻ. സാധാരണഗതിയിൽ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറോളം എടുക്കും ഹൃദയം അവിടെ എത്തിച്ചേർന്നതിന് ശേഷം. അതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സർജറി കഴിഞ്ഞ ICUയിലേക്ക് കുട്ടിക്ക് എത്താൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ പോവുകയാണെങ്കിൽ. അജിൻ ഈസ് ഡൂയിങ് വെരി വെൽ, നന്നായിരിക്കുന്നു. വെന്റിലേറ്ററിലാണ്. എല്ലാം നന്നായിട്ട് പോവുകയാണെങ്കിൽ നാളെ രാവിലെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അതെ, അതാണ് പ്ലാൻ. കൊല്ലത്തു നിന്നുള്ള 13-കാരിക്ക് ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അത് നാളെ പുലർച്ചെ 4 മണിയോടുകൂടി തന്നെ പൂർത്തിയാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത് എന്നാണ് ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആ രീതിയിലുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ രാവിലെ ഏതാണ്ട് 4:30 തന്നെ ആ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഡോക്ടർ പ്രതികരിച്ചത്. അല്പസമയം മുൻപാണ് ശസ്ത്രക്രിയ ആരംഭിച്ചതെന്ന് കൂടി വ്യക്തമാകുന്നത്. ശ്യാം കുമാർ വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ നാളെ പുലർച്ചയോടുകൂടി തന്നെ ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അനുബന്ധമായി ചേർത്ത് പറയാനുള്ളത്? ഒപ്പം തന്നെ ഈ ശസ്ത്രക്രിയ ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടോ? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 13 വയസ്സുകാരിക്ക് ഇവിടെ ഇപ്പോൾ ഈ ശസ്ത്രക്രിയ ചെയ്യുന്ന ഹൃദയം അനുയോജ്യമാണ് എന്ന് ഡോക്ടർ ജോസ് പെരിയപുറം പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 45 മിനിറ്റിന് ശേഷം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകുന്നതോടെ ഇവിടെ നിന്ന് ഹൃദയവുമായി ഈ ആംബുലൻസ് പോലീസ് അകമ്പടിയോടുകൂടി ലിസി ആശുപത്രിയിലേക്ക് എത്തും. പുലർച്ചെ 4 മണിയോടെ 13-കാരിക്ക് ഹൃദയ ശസ്ത്രക്രിയ പൂർത്തിയാകും. അതിനുശേഷം വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ സാധിക്കും, ICUയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് ഡോക്ടർ ജോസ് പെരിയപുറം അല്പസമയം മുമ്പ് വ്യക്തമാക്കിയത്. അദ്ദേഹം ഈ ശസ്ത്രക്രിയയുടെ തുടക്ക സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ച ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് തിരികെ ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടിരിക്കുന്നത്. അവിടെ അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. പുലർച്ചെ 4 മണിയോടുകൂടി ശസ്ത്രക്രിയയുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണ് വന്നത്. 13 വയസ്സുകാരി, കൊല്ലം സ്വദേശിയായ 13 വയസ്സുകാരിക്ക് അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ഹൃദയം അവിടെ വെച്ചുപിടിപ്പിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഡോക്ടർ ജോസ് പെരിയപുറമാണ്. ഇവിടെ നിന്ന് പോലീസ് അകമ്പടിയോടുകൂടിയാകും ആ ഹൃദയവുമായി ലിസി ആശുപത്രിയിലേക്ക് പോവുക. അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ നടന്ന ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ അയാൾ സുഖപ്പെട്ടു വരുന്നു. അദ്ദേഹത്തെ നാളെ രാവിലെ വെന്റിലേറ്ററിൽ നിന്ന് ICUയിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഡോക്ടർ ജോസ് പെരിയപുറം പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 18 വയസ്സുകാരനായ എൽബിന്റെ ശരീരത്തിൽ നിന്നുള്ള ജീവൻ തുടിക്കുന്ന ഹൃദയവുമായി 45 മിനിറ്റിനകം ആ വാഹനം ലിസി ആശുപത്രിയിലേക്ക് പുറപ്പെടുമെന്നുള്ളതാണ് ഡോക്ടർമാരുടെ സംഘം പറഞ്ഞിരിക്കുന്നത്. ശസ്ത്രക്രിയ ആരംഭിച്ചിരിക്കുന്നു. ഏകദേശം 1.5 മണിക്കൂറോളം നീളുന്ന ശസ്ത്രക്രിയയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ 45 മിനിറ്റിന് ശേഷമാകും ഹൃദയവുമായി ഇവിടെ നിന്ന് ലിസി ആശുപത്രിയിലേക്ക് ആംബുലൻസ് പുറപ്പെടുക. ശ്യാം, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണിക്കൂറുകൾ സമയമെടുത്താണ് ഇത് മാച്ചിങ് ഹാർട്ടാണോ അല്ലെങ്കിൽ ഇത് കുട്ടിക്ക് വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനം വിദഗ്ധർ എടുത്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് പ്രതികരിക്കാൻ ആരോഗ്യ വിദഗ്ധർ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടുണ്ടോ? നേരത്തെ അത്തരത്തിൽ ചില സംശയങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. കാരണം 13-കാരിക്കാണ്, ഒരു 18-കാരന്റെ ഹൃദയമാണ് മാറ്റിവെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച് കൃത്യമായ വളരെ ആഴത്തിലുള്ള പരിശോധനകൾ വേണ്ടിയിരുന്നു. അതെല്ലാം പൂർത്തിയാക്കിയാണ് ഇപ്പോഴും തീരുമാനത്തിലേക്ക് വന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡോക്ടേഴ്സ് പറയുന്നുണ്ടോ? പ്രജിൻ, നേരത്തെ ഡോക്ടർ ജോസ് പെരിയപുറം ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിലുള്ള ഒരു പരിശോധന, പ്രജിൻ ചോദിച്ച പോലെ ഈ ഹൃദയം 13 വയസ്സുകാരിക്ക് അനുയോജ്യമാണോ എന്നുള്ള പരിശോധന നടത്തണം. അതിനുശേഷം മാത്രമേ ആ ഹൃദയം ഇവിടെ നിന്ന് ലിസിയിലേക്ക് എത്തിക്കുമോ എന്നതിൽ ഉറപ്പു പറയാൻ സാധിക്കൂ എന്നുള്ളതായിരുന്നു. അത് ഏകദേശം ഒരു 3.5 മണിക്കൂർ മുമ്പാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ ആണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് ഹൃദയം ലിസിയിലേക്ക് കൊണ്ടുപോകും, അതിനുള്ള ഒരുക്കങ്ങൾക്ക് വേണ്ടി കൂടിയാണ് താൻ അങ്ങോട്ട് പോകുന്നത് എന്നുള്ളത്. അതായത് ആ പരിശോധനയും മാച്ചിങ്ങും ഉൾപ്പെടെ പൂർത്തിയായ ശേഷം ഹൃദയം 13 വയസ്സുകാരിക്ക് അനുയോജ്യമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതിനെ തുടർന്നാണ് ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ ജോസ് പെരിയപുറം തിരികെ ലിസി ആശുപത്രിയിലേക്ക് പോയിരിക്കുന്നത്. അവിടെ ശസ്ത്രക്രിയയുടെ ഒരുക്കങ്ങൾ അദ്ദേഹം നടത്തണം. അദ്ദേഹത്തിന്റെ ടീം ഇവിടെ തുടരുന്നുണ്ട്. ഡോക്ടർ ജോ ജോസഫ് അടക്കമുള്ളവർ ഇവിടെ തുടരുന്നുണ്ട്. അവരാകും ഇവിടെ നിന്ന് ഹൃദയവുമായി ലിസിയിലേക്ക് യാത്ര ആരംഭിക്കുക. 45 മിനിറ്റാണ് ഡോക്ടർ ജോസ് പെരിയപുറം തന്നെ പറഞ്ഞത് ഇവിടെ നിന്ന് ഹൃദയവുമായി പുറപ്പെടാനുള്ള സമയമായി പറഞ്ഞിരിക്കുന്നത്. ഏതായാലും 45 മിനിറ്റിനകം ഹൃദയവുമായി ഇവിടെ നിന്ന് കൊല്ലം സ്വദേശിയായ 13-കാരിക്ക് വേണ്ടി ഇവിടെ നിന്ന് പുറപ്പെടും. ആ കുട്ടി
കുട്ടിക്ക് ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി ശസ്ത്രക്രിയ പൂർത്തിയാക്കി വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു ശുഭകരമായ വാർത്ത കൂടിയാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായ പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ജോസ് പെരിയപുറത്തിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശ്യാം, ഇത് നേരത്തെ പോയ മണിക്കൂറുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ കൊച്ചിയിലേക്ക് എത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ, വന്ദേ ഭാരതിലാണ് പെൺകുട്ടിയെയും കുടുംബത്തെയും കൊച്ചിയിലേക്ക് എത്തിച്ചത്. ആ രീതിയിൽ വളരെ കൃത്യമായ ഇടപെടലുകൾ നടത്തി ഓരോ വകുപ്പുകളും ഉണർന്നു പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് തന്നെ എത്രയും പെട്ടെന്ന് കുട്ടിയെ എത്തിക്കുക എന്നതായിരുന്നു ഏറ്റവും ആദ്യം മുന്നിലുണ്ടായ ദൗത്യം. അത് പൂർത്തിയാക്കുന്നു. പിന്നീട് കുട്ടിയെ ഹോസ്പിറ്റലിൽ ശേഷം ആണ് ഇപ്പോൾ ഇവിടെ അങ്കമാലിയിലേക്ക് വന്ന് അവിടെ ലിറ്റിൽ ഫ്ലവറിൽ വെച്ച് ഈ എന്താണ് ഹൃദയം മാറ്റിവെക്കാൻ കഴിയുമോ എന്നതൊക്കെയുള്ള കൃത്യമായ പരിശോധനകൾ നടത്തിയത്. അപ്പം അങ്ങനെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോ മണിക്കൂറുകളും കടന്നുപോയത്. ഏറ്റവും ഒടുവിൽ നമുക്ക് ആ പോസിറ്റീവ് വാർത്ത ഇപ്പോൾ മിനിറ്റുകൾക്ക് മുൻപ് മാത്രമാണ് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറം പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.